മുഖ്യമന്ത്രി ചർച്ചകൾ അതിരുവിടുമ്പോഴും ഇടപെടാതെ ഹൈക്കമാൻഡ്. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപുള്ള ചർച്ചകൾ പാർട്ടിയുടെ ഐക്യം തകർക്കുമെന്ന നിലപാടിലാണ് നേതാക്കൾ. നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി ചേരുകയാണ്. നോബിൾ, കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡിന്റെ തീരുമാനം വന്നത് ഇത്തരം ചർച്ചകളെയും ശബ്ദങ്ങളെയും അവഗണിച്ച് ഒഴിവാക്കുക എന്നുള്ളതാണ്. പക്ഷെ അവഗണിക്കാൻ കഴിയാത്ത തരത്തിലുള്ള അവകാശവാദങ്ങൾ നിറഞ്ഞിരിക്കുന്നു ഇപ്പോൾ. അത് സംസ്ഥാനത്ത് മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ഇതുവരെ ഉണ്ടാകാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ ചർച്ചകളിൽ നേരത്തെ ഹൈക്കമാൻഡ് വ്യക്തമാക്കിയത് ഭാഗമാകേണ്ടതില്ല എന്നുള്ളതായിരുന്നു. കാരണം ഈ ചർച്ചകളുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ഇത് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കും, കൂടുതൽ തർക്കങ്ങളിലേക്ക് പോകും. അങ്ങനെ തർക്കം പോകുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലത്തെ അടക്കം അതിന്റെ ഒരു പ്രൗഢി അടക്കം ഇല്ലാതാക്കും എന്നാണ് ഹൈക്കമാൻഡ് വിലയിരുത്തിയത്. എന്താണെങ്കിലും ഇപ്പോഴും ആ നിലപാടിൽ വലിയ മാറ്റങ്ങൾ ഹൈക്കമാൻഡ് വരുത്തിയിട്ടുള്ള കടുത്ത അതൃപ്തി തന്നെയാണ് ഹൈക്കമാൻഡ് ഇപ്പോഴത്തെ ഈ ചർച്ചകളുമായി ബന്ധപ്പെട്ട് ഉള്ളത്. കാരണം ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ, പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ചകൾ ഒരു തരത്തിലും പാർട്ടി ഗുണം ചെയ്യുമെന്ന് മാത്രമല്ല കീട്ടുറപ്പിനെ പൂർണ്ണമായി തകർക്കുന്ന രീതിയിലേക്കാണ് ചർച്ചകൾ പോകുന്നത് എന്നടക്കമുള്ള നിരീക്ഷണങ്ങൾ ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് ഉണ്ട്. പരസ്യ പ്രതികരണങ്ങൾ വിലക്കി ഒരു പരസ്യ കുറിപ്പടക്കം വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ എങ്കിൽ പോലും ആരാണ് ഇപ്പോൾ ഈ സമൂഹ മാധ്യമങ്ങൾ ഇത്തരത്തിൽ പോസ്റ്റുകൾ ഇടുന്നത് എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. പ്രത്യേകിച്ച് പല ഫേക്ക് അക്കൗണ്ടുകളുണ്ട്. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ ഒരുപക്ഷെ ഏറ്റവും താഴെ കഴിയുന്ന പ്രവർത്തകരടക്കമുള്ള ആളുകളാണ് ഇങ്ങനത്തെ പോസ്റ്റുകളും ഒപ്പം മറ്റ് പ്രചരണമൊക്കെ രംഗത്തേക്ക് വരുന്നത് പ്രത്യക്ഷമായി വരുന്നത്. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡ് ഒരു പരിധിയുണ്ട് ഇതിൽ ഇടപെടുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ പൂർണ്ണമായി അവഗണിച്ചതിന് മുന്നോട്ട് പോകുക എന്ന നിലപാടാണ് ഹൈക്കമാൻഡ് സ്വീകരിച്ചിരിക്കുന്നത്. മെയ് 4 റിസൾട്ട് വരട്ടെ. ആ റിസൾട്ടിന് ശേഷം സാധാരണ കോൺഗ്രസ് എങ്ങനെയാണോ മുഖ്യമന്ത്രിയെ കണ്ടെത്തുന്നത്, പ്രത്യേകിച്ച് MLA-മാരുടെ നിലപാടുകൾ, അതോടൊപ്പം തന്നെ മറ്റ് മുതിർന്ന നേതാക്കളുടെ നിലപാടുകൾ, സംസ്ഥാനത്തെ സാഹചര്യമൊക്കെ നോക്കിക്കൊണ്ട് കൃത്യമായി തന്നെ മുഖ്യമന്ത്രിയെ കണ്ടെത്തിയാൽ മതി. അതിനപ്പുറം മറ്റ് ചർച്ചകളിൽ ഹൈക്കമാൻഡ് കൂടി ഇടപെട്ടുകൊണ്ട് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കേണ്ടതില്ല എന്നൊരു തീരുമാനമാണ്. മുഖ്യമന്ത്രി ചർച്ചകളെ ആശങ്കയോടുകൂടിയാണ് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡും നോക്കിക്കാണുന്നത്. നോബിൾ മാരിക്കാരൻ വിവരങ്ങൾ നൽകിയത്.